അതായത് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഡയറക്ടേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ കെയർഫുൾ ആണ്. ഇത് തന്നെ ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്തും പറയുന്നത് പ്രൊഡ്യൂസറിനെ ചൂസ് ചെയ്യുമ്പോൾ കെയർഫുൾ ആണ്. മറ്റേ എക്സിസ്റ്റിംഗ് പ്രൊഡ്യൂസറിൻ്റെ നിന്ന് അഷ്യൂരിറ്റി എടുക്കുക. അതായത് ഈ പടം നല്ല രീതിയിൽ തീർക്കുമെന്നും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുമെന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നും. സാധാരണഗതിയിൽ ഒരു നല്ല ക്യാമറയിൽ നിന്ന് റെൻറ്റിന് എടുക്കണമെങ്കിൽ ഒരു ക്യാമറയ്ക്ക് 37,000 to 57,000 rupees പെർ ഡേ വരുന്നുള്ളൂ. അതായത് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്യാമറ കിട്ടുന്നില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ കിട്ടുന്നില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആർട്ട് അറേഞ്ച്മെൻറ്റ് കിട്ടുന്നില്ല, ഇതൊക്കെ വരും. പക്ഷെ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഷൂട്ട് നിർത്തിയേക്കുമല്ലേ വേണ്ടത്, ഷൂട്ട് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസറിനെ കാണണം എന്ന് പറയണം. ആ പ്രൊഡ്യൂസറിനെ കാണുമ്പം നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് വേണം, പ്രൊഡക്ഷൻ കൺട്രോളർ വേണം, പ്രൊഡ്യൂസർ വേണം. അത് അടച്ചിട്ട മുറിയിലിരുന്ന് യൂണിറ്റിൽ ഒരാളും കേൾക്കാതെ വേണം ആ ഡിസ്കഷൻ നടത്താൻ വേണ്ടി. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡയറക്ടേഴ്സിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഇത് കവർ വെച്ചാൽ എനിക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് കുറേ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് ലാസ്റ്റ് വീക്ക് കുറേ ഡയറക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, മറ്റേ മൂവി പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട്. പലരുടെ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, കാരണം ഞാനിത് കവർ ചെയ്യാനിരുന്ന എപ്പിസോഡാണ്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ നേരത്തെ ഒന്ന് കവർ ചെയ്യാം. ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം, നിങ്ങൾ ഈ മിക്കവാറുമുള്ള ഡയറക്ടേഴ്സ് ഇപ്പോൾ ഡെബ്യൂ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങളൊരു പടം എടുക്കാൻ ഇറങ്ങുന്നു, നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഫസ്റ്റ് പടം ഓണാക്കി എടുക്കാൻ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു പടങ്ങൾ, ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലാത്ത പടങ്ങൾ, എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയ പടങ്ങൾ, എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ പ്രൊഡ്യൂസേഴ്സിനെ ഒപ്പിക്കുന്ന പടങ്ങൾ, അങ്ങനെയുള്ള പടങ്ങൾ എടുക്കാതെ 2 ദിവസം ഡിലേ ആയാൽ പോലും നിങ്ങൾ ഇത് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് ഡയറക്ടറിൻ്റെ അടുത്ത് ഞാൻ പറയുവാണ്. നിങ്ങൾ പല പ്രൊഡക്ഷൻ ഹൗസിൽ വിളിക്കുമ്പം അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആർട്ടിസ്റ്റിന് ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അതായത് മമ്മൂട്ടിയുടെ ഡേറ്റ് ഉണ്ടെങ്കിൽ വാ. അത് കഥയൊന്നും കേൾക്കാൻ അവർ തയ്യാറല്ല. അവർക്ക് കഥ കേൾക്കുകയും വേണ്ട. അവർക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് മമ്മൂട്ടിയുടെ ഡേറ്റ് ഉണ്ടോ, ലാലേട്ടൻ്റെ ഡേറ്റ് ഉണ്ടോ, ഷെയ്ൻ്റെ ഡേറ്റ് ഉണ്ടോ, ഇങ്ങനെ നസ്ലിൻ്റെ ഡേറ്റ് ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഡേറ്റ് ഉണ്ടെങ്കിൽ കഥ പറഞ്ഞാൽ മതി. ആ പ്രൊഡക്ഷൻ ഹൗസുകളെല്ലാം അങ്ങനെയാണ്. അവർ റിസ്ക് എടുക്കാത്ത പ്രൊഡക്ഷൻ ഹൗസാണ്. ഇപ്പോൾ ഡെബ്യൂ ഡയറക്ടേഴ്സിനാണ് ഇതിൻ്റെ പറയാനുള്ളത്. നിങ്ങളുടെ മിക്കവാറുള്ള ഡെബ്യൂ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ പ്രൊഡ്യൂസേഴ്സ് പുതിയതാവും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൊഡ്യൂസേഴ്സോ. പക്ഷേ പ്രൊഡ്യൂസറിനെ ചൂസ് ചെയ്യുമ്പം പോലും നിങ്ങൾ കെയർഫുൾ ആണോ എന്നാണ് ഞാൻ പറയുന്നത്. അതായത് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഡയറക്ടേഴ്സിനെ ചൂസ് ചെയ്യുമ്പം കെയർഫുൾ ആണോ. ഇത് തന്നെ ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്തും പറയുന്നത് പ്രൊഡ്യൂസറിനെ ചൂസ് ചെയ്യുമ്പോൾ കെയർഫുൾ ആണ്. കാരണം ഒന്ന്, നിങ്ങൾ പടം ഷൂട്ട് ചെയ്യാൻ ഇറങ്ങുമ്പം പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. നിങ്ങളൊരു പടം, എൻ്റെ ഒരു സുഹൃത്തിന് പറ്റിയ ഒരു സംഭവമാണ്. പുള്ളി ഒരു പടം പിടിക്കാൻ ഇറങ്ങി. പുള്ളിക്ക് നല്ലൊരു പ്രൊഡ്യൂസറിനെ കിട്ടി. ഔട്ട്സ്റ്റാൻഡിങ് പ്രൊഡ്യൂസറായിരുന്നു, ഇഷ്ടംപോലെ ഫണ്ടുള്ള പ്രൊഡ്യൂസറാണ്. ഇതിനുമായിട്ട് മുമ്പോട്ട് പോകണം എന്ന ആഗ്രഹമുള്ള ഒരു പ്രൊഡ്യൂസറാണ് കിട്ടിയത്. അങ്ങനെ പുള്ളി പടം പിടിക്കാൻ ഇറങ്ങി. ഒരു 3.5 CR തീരേണ്ട ഒരു പടം. അങ്ങനെ പല ആദ്യം ഉദ്ദേശിച്ച നടനെയൊന്നും കിട്ടാതെ അവസാനം പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു ഇന്നാരെ വെച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ ആ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്തു. വേറൊരു ആർട്ടിസ്റ്റ് സെക്കൻഡ് ഹീറോ വന്നു. ഇങ്ങനെ പടങ്ങളെല്ലാം തുടങ്ങി മുമ്പോട്ട് പോയി ടൈം അനുസരിച്ചൊന്നും തീരുന്നില്ല. അത് 35 ദിവസം കൊണ്ട് തീരേണ്ട പടം 45 ദിവസം 50 ദിവസം ആയപ്പോഴാണ് പടം തീർന്നത്. അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷനിൽ കയറിയപ്പം മറ്റു പല ഇഷ്യൂസും പ്രോപ്പപ്പ് ചെയ്യാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ 3.5 കോടിക്ക് എടുക്കേണ്ട പടം ഒരു 5.5 കോടി രൂപയായപ്പോഴാണ് തീർന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, വന്നവനും പോയവനും എല്ലാം പൈസ അടിച്ചു. അവസാനം കഷ്ടപ്പെട്ടു വന്ന ഡയറക്ടർ ഒരു ആഗ്രഹം കൊണ്ട് വന്ന്, അതായത് പുള്ളിയുടെ പാഷൻ കൊണ്ട് ഇൻഡസ്ട്രി വന്ന് പുള്ളി ഒരു പടം എടുക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കിന് കൂട്ടത്തിൽ നിന്നവരും പ്രൊഡ്യൂസറിൻ്റെ ആൾക്കാരും പ്രൊഡ്യൂസറിനോട് പാർട്ടി ചേർന്ന് നിന്നവരും അല്ലാത്ത ആൾക്കാരും എല്ലാവരും പൈസ അടിച്ച് ഒരു 1.5-2 CR അടിച്ചുകൊണ്ട് പോയി പടത്തിൽ നിന്ന്. അവസാനം 3.5 എടുക്കാനുള്ള പടം 5.5 എടുത്തു. പടം ഇറങ്ങി, പടം ഫ്ലോപ്പായി. ഒബ്വിയസ്ലി ഫ്ലോപ്പ് ആവുമല്ലോ. 3.5 എടുക്കേണ്ട പടം നിങ്ങൾ 5.5 എടുത്തു, അത് ഓടിയില്ല. അത് കിട്ടിയത് 2.5 രൂപ എങ്ങാണ്ടാണ് കിട്ടിയത്. 3 രൂപ പോയി. പ്രൊഡ്യൂസറിനെ മനസ്സിലായി എല്ലാവരും എന്നെ പറ്റിച്ചു എന്ന് മനസ്സിലായി. പ്രൊഡ്യൂസർ പറഞ്ഞു ഇനി ഞാൻ പടം എടുക്കാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി തിരിച്ചുപോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഈ അടിച്ചു മാറ്റിയതിൻ്റെ ഇടയ്ക്ക് ഡയറക്ടറും ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഡയറക്ടറിനെ മാറ്റി നിർത്തി. പ്രൊഡ്യൂസർ തന്നെ
മറ്റേ ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു. എഡിറ്റർ എഡിറ്റ് ചെയ്തു, ശരിയായില്ല, വേറെ എഡിറ്ററിനെ ഏൽപ്പിച്ചു, എഡിറ്റ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ കുളമാക്കിയിട്ടാണ് പടം ഇറങ്ങിയത്. പക്ഷെങ്കിൽ ഇന്ന് ചലഞ്ച് വന്ന ആർക്കാണ്? പ്രൊഡ്യൂസറിൻ്റെ വഴിക്ക് പോയി. പക്ഷെ ആ ഡയറക്ടറിന് നെക്സ്റ്റ് മൂവി ഓണാക്കാൻ ഭയങ്കര ചലഞ്ചാണ്. കാരണം ആദ്യത്തെ മൂവി ഫ്ലോപ്പ് ആയില്ലേ, ആ ഫ്ലോപ്പ് ആയതിൻ്റെ കഥയാണ് ആൾക്കാർ ഓർക്കുന്നത്. അപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പം ഈ പല പ്രൊഡ്യൂസേഴ്സും 99.99% പ്രൊഡ്യൂസേഴ്സിനും പണി അറിയില്ല. അവർക്കൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വരുന്നതാണ്. അവർക്കിതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് അറിയില്ല. അപ്പം അങ്ങനെ ഒരു പ്രൊഡ്യൂസറിനെ നിങ്ങൾക്ക് കിട്ടുവാണ്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സോ അല്ലെങ്കിൽ പ്രൊജക്ട് ഡിസൈനേഴ്സോ, അത് ഏത് ഫാൻസി പേരിട്ട് നിങ്ങൾ വിളിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് തോന്നുവാണ് എൻ്റെ പടം കുളമാകും, അതായത് ഇവനൊക്കെ കയറി വന്ന് ഇതിനകത്തൊന്ന് പൈസ അടിച്ചുകൊണ്ട് പോയി ഇത് കുളമാകും എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ, ആ പുതിയ പ്രൊഡ്യൂസർ ആ പടം ഓണാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേറൊരു പ്രൊഡക്ഷൻ ബാനറുമായിട്ട്, നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ ബാനറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ക്ലബ്ബ് ചെയ്യുക. അത് ക്ലബ്ബ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആവാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേഖലയാവാം. അത് നിങ്ങൾ ക്ലബ്ബ് ചെയ്യുക. ക്ലബ്ബ് ചെയ്ത് അഷ്വറിറ്റി എടുക്കുക. അതായത് മറ്റേ എക്സിസ്റ്റിംഗ് പ്രൊഡ്യൂസറുടെ നിന്ന് അഷ്വറിറ്റി എടുക്കുക. അതായത് ഈ പടം നല്ല രീതിയിൽ തീർക്കുമെന്നും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുമെന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നും. കാരണം ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പടം പോകെ ആൾക്കാർ പൈസ അടിച്ച് മാറ്റാനുള്ളൊരു വകുപ്പായിട്ട് അങ്ങ് മാറ്റും. നിങ്ങളുടെ സ്വപ്നം നടക്കുകയില്ല, ഒരു പരിപാടി നടക്കത്തില്ല. പിന്നെ വേറൊരു തരം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. നിങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ചു, പ്രീ പ്രൊഡക്ഷൻ കയറി നിങ്ങൾക്കറിയാം ഇന്ന എക്യുപ്മെൻറ്റ്, ഇന്ന ഷൂട്ട് വേണം, ഇന്ന ലൊക്കേഷൻ വേണം. ഇതെല്ലാം നിങ്ങൾ ആ പ്രൊഡ്യൂസറുമായിട്ട് ആദ്യം അത് അഗ്രി ചെയ്യണം. അതായത് നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടാക്കണം. എന്തിനാ ക്യാമറ വേണം? ഇപ്പോൾ ബ്ലാക്ക് മാജിക്, ഇപ്പം ഡയറക്ടർ അലക്സ മിനിയിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾക്കൊരു ബ്ലാക്ക് മാജിക് വേണം. അപ്പോൾ ബ്ലാക്ക് മാജിക് വേണം. അപ്പം പ്രൊഡക്ഷൻ കൺട്രോളർ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അലക്സയിലങ്ങ് ഷൂട്ട് ചെയ്താൽ മതി. കഴിഞ്ഞ എൻ്റെ പടത്തിൽ ഞങ്ങൾ അലക്സ മിനിയിലാണ് ഷൂട്ട് ചെയ്തത്, ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ, ആ പടം ഓടിയല്ലോ എന്ന് പറയും. ശരിയായിരിക്കും, ആ പടം ഓടിക്കാണും. പക്ഷെ നിങ്ങൾ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഓൾറെഡി പറഞ്ഞാണ്, സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ പറഞ്ഞാണ്, എനിക്ക് ബ്ലാക്ക് മാജിക് വേണം, നൈറ്റ് ഷോട്ട് എടുക്കണമെങ്കിൽ എനിക്ക് ബ്ലാക്ക് മാജിക് വേണം, ഞങ്ങൾ നോക്കുന്ന ആ ഒരു കളർ ടോണാണ്, അതാണ് ഞങ്ങൾ നോക്കുന്നതെന്ന് പറഞ്ഞാണ്. പക്ഷെ ഷൂട്ട് കയറുമ്പം നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും പ്രൊഡ്യൂസർ തരത്തില്ല. എന്താണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ ഇസ് റിലൈങ് ഓൺ ദ പ്രൊഡക്ഷൻ കൺട്രോളർ ഓർ ദി അതർ പ്രൊജക്ട് ഡിസൈനേഴ്സ്. അപ്പോൾ അവർ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഈ ഒറ്റ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്താൽ മതി. കാരണം ഒരു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ അലക്സ മിനി എടുത്തെന്ന് വെച്ചു, അതിൻ്റെ റെൻറ്റ് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ വൈകുന്നേരം 5 മുതൽ അലക്സ മിനി യൂസ് ചെയ്തില്ലെങ്കിലും ആ റെൻറ്റ് ഇസ് ആക്ച്വലി കൗണ്ടഡ്. ബിക്കോസ് ആ ക്യാമറ എടുക്കുന്ന 30-35 ദിവസം ആ പ്രൊഡക്ഷൻ്റെ ഫുൾ ഇതിലായിരിക്കും ക്യാമറ എടുക്കുന്നത്. അവിടെ നിങ്ങൾ ബ്ലാക്ക് മാജിക് കൊണ്ടുവരുന്നത് ഒരു ദിവസത്തേക്ക് 2 ദിവസം നൈറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ അന്നേരം ഇവർ വെട്ടാൻ നോക്കും. അപ്പോൾ ഇതെല്ലാം വളരെ ക്ലാരിറ്റി ആയിട്ട് ഡയറക്ടറുടെ അടുത്ത് ഞാൻ പറയുന്നത്, പ്രൊഡ്യൂസേഴ്സിനടുത്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അത് കൺവിൻസ് എന്തിനാണ് ഇത് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കൺവിൻസ് ചെയ്യണം. അതെന്താണെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഡ്യൂസേഴ്സിന് 99.99% പ്രൊഡ്യൂസേഴ്സിന് ടെക്നിക്കൽ നോ ഹൗ ഇല്ല. ടെക്നിക്കൽ നോ ഹൗ ഉള്ള പ്രൊഡ്യൂസേഴ്സ് വളരെ കുറവാണ്. ഈവൻ 10-15 വർഷം ഇൻഡസ്ട്രിയിലുള്ള പ്രൊഡ്യൂസേഴ്സ് പോലും ടെക്നിക്കൽ നോ ഹൗ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് അവർ സാമ്പത്തികം മാത്രം നോക്കുന്ന ആളാണ്. ക്യാമറയുടെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ല. പല ആൾക്കാർക്കും ലെൻസിനെ കുറിച്ചോ ക്യാമറയെക്കുറിച്ചോ ഫിൽറ്ററിനെ കുറിച്ചോ ലൈറ്റിങ്ങിനെ കുറിച്ചോ ഒന്നും അറിയാത്ത പ്രൊഡ്യൂസേഴ്സാണ് ഭൂരിപക്ഷം. അപ്പം നിങ്ങളുടെ ചുമതലയാണ്, ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറയുന്നത്, നിങ്ങളുടെ ചുമതലയാണ് DOPനെ കൂടി ഇരുത്തിയിട്ട് നിങ്ങളത് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്തെടുക്കണം. എന്തിന് നിങ്ങൾക്ക് ആ ക്യാമറ വേണം, എന്തിനാ അഡീഷണൽ കോസ്റ്റ് ബിയർ ചെയ്യണം. കാരണം ക്യാമറ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ചീപ്പായിട്ടൊന്നും വരത്തില്ല. സാധാരണഗതിയിൽ നമ്മളൊരു നല്ല ക്യാമറ ഇന്ന് റെൻറ്റിന് എടുക്കണമെങ്കിൽ ഒരു ക്യാമറയ്ക്ക് 37,000 to 57,000 rupees പെർ ഡേ വരുന്നുണ്ട്. 2 ഡബിൾ ക്യാമറ ഇട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ 1,00,000 രൂപ ക്രോസ് ചെയ്തു, നല്ല കൂടിയ ക്യാമറകളൊക്കെ. ഇത് നിങ്ങൾ കൺവിൻസ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. കാരണം ചില പ്രൊഡ്യൂസേഴ്സ് പടം തുടങ്ങി ഷൂട്ടും കൊണ്ട് മുമ്പോട്ട് പോയി 5 ദിവസം 10 ദിവസം കഴിയുമ്പോഴത്തേക്കിന് പ്രൊഡ്യൂസേഴ്സ് പറയും എനിക്കത് തരാൻ പറ്റത്തില്ല, ഇതെങ്ങനെയെങ്കിലും തീർക്കുക. അതായത് നിങ്ങളൊരു പർട്ടിക്കുലർ ഏരിയ ചോദിച്ചു ഷൂട്ട് ചെയ്യാൻ വേണ്ടി, നായകൻ നടന്നു വരുന്ന ഒരു വഴി, അവിടെ ഇങ്ങനെ ഇത് നിൽപ്പുണ്ട്, അതായത് മരങ്ങൾ നിൽക്കുന്ന ഒരു വഴി, പൂക്കൾ ആട്ടുകാരെ കൊണ്ട് പൂക്കൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ഷോട്ടാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഫ്രെയിം. പക്ഷെ അത് കാര്യത്തോടെ എടുക്കുമ്പോൾ ആട്ടുകാരൻ വന്നിട്ട് പറയും 20,000 രൂപയുടെ പൂ മേടിക്കണം, ഇന്ന സാധനം മേടിക്കണം. അപ്പോൾ പ്രൊഡ്യൂസർ പറയും അതും കട്ട് ചെയ്തേക്കാൻ പറയും. അങ്ങനെ കട്ട് ചെയ്ത് അവസാനം എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളുടെ പടം നിങ്ങൾ കാണുമ്പോൾ ദാരിദ്ര്യമായിരിക്കും. ഇതൊക്കെ നേരത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നിങ്ങൾ ചെയ്യുക. പിന്നെ
ഡയറക്ടർ ഒരു കാരണവശാലും ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, ഒരു കാരണവശാലും ചില സമയത്ത് ഡയറക്ടേഴ്സ് ചില ആർട്ടിസ്റ്റിൻ്റെ ബന്ധത്തിൽ ആർട്ടിസ്റ്റിനെ ലോ റേറ്റിൽ കൊണ്ടുവരും. അതായത് ഉദാഹരണം പറഞ്ഞാൽ 10 ലക്ഷം മേടിക്കുന്ന ആർട്ടിസ്റ്റ് ഡയറക്ടറുടെ അടുത്ത് പറയും, എടാ നിൻ്റെ ഫസ്റ്റ് പടമല്ലേ, ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് അഭിനയിക്കാമെന്ന് പറയും. 5 ലക്ഷം രൂപയ്ക്ക് അഭിനയിക്കാമെന്ന് നിങ്ങളുടെ അടുത്ത് പറയുമ്പം നിങ്ങൾ ആർട്ടിസ്റ്റിനെ പ്രൊഡക്ഷൻ കൺട്രോളറോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നിടത്ത് നിങ്ങളുടെ റോള് തീർന്നു. ആ 5 ലക്ഷം രൂപ എങ്ങനെയാണ് അഡ്വാൻസ് ചെയ്യുന്നത്, 20% ആദ്യമാണോ പിന്നീടാണോ ഒറ്റയടിക്ക് വേണോ, ഇതൊന്നും ഡയറക്ടർ ഇടപെടാൻ പാടില്ല. പ്രത്യേകിച്ചും നിങ്ങൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഫൈനാൻഷ്യൽ ഡിസ്കഷൻസ് എല്ലാം തീർക്കണം. ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റീവ് മാത്രമേ കാണാൻ പാടുള്ളൂ. പ്രൊഡ്യൂസർ ഒരു കാരണവശാലും ഡയറക്ടറിനെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല. കാരണം ചില സമയത്ത് ഡയറക്ടറിന് ചോദിച്ചു, നീ പറഞ്ഞിട്ട് അവൻ 5 ലക്ഷം രൂപയ്ക്കല്ലേ പറഞ്ഞു വന്നത്, പക്ഷേ ഇപ്പോൾ അവന് ഒറ്റയടിക്ക് ബാക്കി പൈസ വേണമെന്ന് പറയുന്നു. അപ്പം ഡയറക്ടർ പറയും നീ സംസാരിക്കാൻ പറയും. ഈ പ്രൊഡ്യൂസർ ഒരു കാരണവശാലും അത് ഡയറക്ടേഴ്സിൻ്റെ തലയിൽ ഷൂട്ട് തുടങ്ങിയതിന് ശേഷം ഇടാൻ പാടില്ല. പിന്നെ ഈ ചലഞ്ചസ് വരും. അതായത് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്യാമറ കിട്ടുന്നില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ കിട്ടുന്നില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആർട്ട് അറേഞ്ച്മെൻറ്റ് കിട്ടുന്നില്ല, ഇതൊക്കെ വരും. പക്ഷെ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഷൂട്ട് നിർത്തിയേക്കുമല്ലേ വേണ്ടത്, ഷൂട്ട് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസറിനെ കാണണമെന്ന് പറയണം. ആ പ്രൊഡ്യൂസറിനെ കാണുമ്പം നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് വേണം, പ്രൊഡക്ഷൻ കൺട്രോളർ വേണം, പ്രൊഡ്യൂസർ വേണം. അത് അടച്ചിട്ട മുറിയിലിരുന്ന് യൂണിറ്റിൽ ഒരാളും കേൾക്കാതെ വേണം ആ ഡിസ്കഷൻ നടത്താൻ വേണ്ടി. കാരണം നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടെന്ന് യൂണിറ്റിൽ അറിഞ്ഞാൽ അത് യൂണിറ്റിൻ്റെ മൊത്തത്തിൻ്റെ സിങ്കിനെ അഫക്റ്റ് ചെയ്യും. കാരണം ചേരിതിരിയും. കുറേ പേര് പ്രൊഡ്യൂസറിൻ്റെ സൈഡിൽ കയറും, അല്ലെ പ്രൊഡക്ഷൻ കൺട്രോളറിൻ്റെ സൈഡിൽ കയറും, കുറേ പേര് ഡയറക്ടറിൻ്റെ സൈഡിൽ കയറും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, എവിടെ കാശുണ്ടോ അവിടെ ആയിരിക്കും ചേരിയിൽ ആൾ കൂടുതൽ നിൽക്കുന്നത്. കാരണം നെക്സ്റ്റ് പ്രൊജക്റ്റ് കിട്ടാനും, പ്രത്യേകിച്ചും പുതിയ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ. ഇപ്പം ഡയറക്ടേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളൊരു പടം എടുക്കാൻ ഇറങ്ങുമ്പം അതിൻ്റെ വയബിലിറ്റി നോക്കുക. പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക, പക്ഷെ എന്നാലും പ്രൊഡക്ഷൻ ഹൗസിനെ അസോസിയേറ്റ് ചെയ്യുക. കാരണം മിക്കവാറുമുള്ള എല്ലാ പ്രൊഡക്ഷൻ ഹൗസിനും ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കാണും, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആ പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്. കാരണം അവർക്ക് ബോധമുണ്ട്. അതായത് ഇപ്പോൾ ചില ആർട്ടിസ്റ്റ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നല്ല പ്രൊഡക്ഷൻ ഹൗസാണ്, അവർക്ക് ബോധമുള്ളവന്മാരാണ്, അവന്മാർ എങ്ങനെയും പ്രൊജക്റ്റ് തീർക്കും, എങ്ങനെയും മാർക്കറ്റ് ചെയ്യും. ആർട്ടിസ്റ്റിന് വേണ്ടുന്ന എന്താണ്, പ്രൊജക്റ്റ് മര്യാദയ്ക്ക് തീർക്കുക, മാർക്കറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുത്തുക. അതായത് പടം ഫ്ലോപ്പ് ആണെങ്കിൽ പോലും പടം ബിസിനസ് നടന്നു എന്ന് പുറത്ത് കേൾക്കാനാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ താല്പര്യം. പടം പല കാരണത്തിൽ ഫ്ലോപ്പ് ആവും. തെറ്റായ പടം തെറ്റായ സമയത്ത് ഇറങ്ങുമ്പോൾ ഫ്ലോപ്പ് ആവും. ഇപ്പം അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ റിയലിസ്റ്റിക് പടം കയറി വരും, ചിലപ്പോൾ അത് വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പം ആ സമയത്ത് ആ പ്രൊഡക്ഷൻ ബാനറിൻ്റെ കഴിവാണ് ആ പടം കച്ചവടമാക്കി ബിസിനസ് ആക്കുക. അപ്പോൾ എന്തു പറ്റുമെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിന് ഒരിക്കലും അവരുടെ സ്റ്റാർഡത്തിന് കോട്ടം പറ്റത്തില്ല. ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പൈസയുണ്ട്, പടം എടുക്കാൻ അറിയാം, അതായത് പൈസ മുടക്കാൻ അറിയാം, പക്ഷേങ്കിൽ അത് ബിസിനസ് ആക്കാനോ ബിസിനസ് സംസാരിക്കാനോ ആരെ കാണണമെന്നോ അങ്ങനെയുള്ള ഒരു കാര്യവും അറിയത്തില്ല. അപ്പം ഡയറക്ടേഴ്സിനടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ പ്രൊഡ്യൂസേഴ്സിനെ ചൂസ് ചെയ്യുമ്പം നിങ്ങൾക്കൊരു ഡെബ്യൂ പ്രൊഡ്യൂസറിനെ കിട്ടിയാൽ, ഫ്രഷായിട്ടൊരു പ്രൊഡ്യൂസറിനെ കിട്ടിയാൽ പോലും നിങ്ങൾ അത് ഒരു പ്രൊഡക്ഷൻ ബാനറുണ്ട്, അത് ഇവിടെ ഇഷ്ടംപോലെ പ്രൊഡക്ഷൻ ബാനറുണ്ട്, അത് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ മുക്കാനും പാടില്ല. അതായത് നിങ്ങളൊരു ഡയറക്ടർ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടി, പ്രൊഡ്യൂസറിനെ കൊണ്ട് പ്രൊഡക്ഷൻ ബാനർ ചെല്ലുമ്പം പ്രൊഡക്ഷൻ ബാനർ പറയുവാണ്, നിങ്ങളെന്തിനാണ് ഈ പടം ചെയ്യുന്നത്, നമുക്ക് നാണ്ട് മറ്റേ ലാലേട്ടൻ്റെ പടമുണ്ട്, അതിനകത്തേക്ക് നിങ്ങളങ്ങ് ഫണ്ടിട് എന്ന് പറയാൻ വരരുത്. അത് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകം പറയുവാണ്. പല ഡയറക്ടേഴ്സിനും അനുഭവമുണ്ട്. പ്രൊഡ്യൂസറിനെ കൂട്ടിക്കൊണ്ട് പ്രൊഡക്ഷൻ ബാനർ ചെന്ന് ഡിസ്ട്രിബ്യൂഷൻ സംസാരിക്കാൻ വേണ്ടി ചെന്ന് കഴിയുമ്പം പ്രൊഡ്യൂസറിനെ മറുകണ്ഠം ചാടിക്കുന്ന പരിപാടി അത് വരാൻ പാടില്ല. അത് വരാതെ നിങ്ങൾ എല്ലാ പ്രൊജക്റ്റ് സെറ്റായതിനു ശേഷം, അതായത് അഡ്വാൻസസും എല്ലാം പ്ലേസ് ചെയ്ത് സേഫ് ആയതിനു ശേഷം പടം തുടങ്ങുന്നതിന് മുമ്പ് ബാനറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എടുപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പടം ഷൂട്ട് ചെയ്ത്, പിന്നെ ബാനർ വാല്യൂ വരുമ്പം ബാനറിന് ചിലപ്പോൾ സജഷൻസ് വരും, ചിലപ്പം ഗസ്റ്റ് റോൾസ് അവർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരും പടം എലിവേറ്റ് ചെയ്യാൻ വേണ്ടി, ഗസ്റ്റ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ പടം നിൽക്കുന്ന നിപ്പിൽ എലിവേറ്റ് ചെയ്ത് പടം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു പ്രൊഡക്ഷൻ ബാനറിൻ്റെ ഏറ്റവും വലിയ കഴിവ്. ചെറിയൊരു ത്രെഡുമായിട്ടായിരിക്കും ചില ഡയറക്ടേഴ്സ് വരുന്നത്, ചിലപ്പം പ്രൊഡക്ഷന് വന്നു കഴിയുമ്പം ആ പ്രൊജക്റ്റ് എലിവേറ്റ് ആവും. അതാണ് നിങ്ങൾക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്. പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞ പോലെ ചൂസ് യുവർ പ്രൊഡ്യൂസർ ഓൾസോ വൈസ്. എനിക്കൊരു എക്സാമ്പിൾ പറയാനുണ്ട്. അത് നമ്മുടെ സുഹൃത്തിന് സംഭവിച്ച ഡയറക്ഷൻ.
പുള്ളി ഒരു മൂവി അതന്നെ. പുള്ളിയുടെ പ്രൊഡ്യൂസർ നൈറ്റ് ഷോട്ട് നടന്നുകൊണ്ടിരിക്കുക, രാത്രിയിലത്തെ സീനാണ്, അതായത് ചേസിങ് സീനാണ്, ഒരു റോഡിൽ ഹൈവേയിൽ നൈറ്റ് ഷോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രൊഡ്യൂസറും പ്രൊഡ്യൂസറിൻ്റെ വൈഫും കൂടെ രാത്രി വരുക. അവർ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്, മുംബൈയിൽ നിന്നുള്ള ആൾക്കാരാണ് മറ്റുമാണ്. പ്രൊഡ്യൂസറിൻ്റെ വൈഫും കൂടെ വരിക. അപ്പോൾ അവർ ഓൺ റോഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷൂട്ട് നടക്കുന്നത് ഐ തിങ്ക് സംവെയർ ക്ലോസർ ടു നോർത്ത് ഇന്ത്യ. അപ്പോൾ അവർ ഓൺ റോഡ് വന്നു രാത്രിയിലാണ് വന്നത്. രാത്രി ഏതാണ്ട് 12:30 മറ്റുമാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ. അപ്പം ടൈറ്റ് ഷെഡ്യൂളായിട്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പം വന്നപ്പം ഡയറക്ടർ ചെന്നു, ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ഗ്രീറ്റ് ചെയ്തു. അവർ 3-4 വണ്ടിയിലാണ് വന്നത്. കാരണം മറ്റേ ബോഡി ഗാർഡ്സും ഒക്കെ ഉള്ള ഒരു വലിയൊരു സെറ്റപ്പുള്ള ടീമാണ്. വന്നു, മീറ്റ് ആൻഡ് ഗ്രീറ്റ് ചെയ്തിട്ട് ഡയറക്ടർ പോയി തിരിച്ച് ഷോട്ട് എടുത്തു, ഷോട്ട് കണ്ടിന്യൂ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പ്രൊഡ്യൂസറിനെ മാനിച്ചിട്ട് പോകും. പ്രൊഡ്യൂസർ ഒരു 3-4 മണിക്കൂർ ഇരുന്നൊരു 4 മണിയായപ്പോഴത്തെ വെളുപ്പാങ്കത്ത് 4 മണിയായപ്പോൾ പ്രൊഡ്യൂസറും വൈഫും അംഗരക്ഷകരും എല്ലാം കൂടെ ദേ വെൻ ബാക്ക്. പിറ്റേ ദിവസം രാവിലെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ ഡയറക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, പടം നിർത്തി വെക്കാൻ പറഞ്ഞു. അപ്പം ഡയറക്ടർ ചോദിച്ചാൽ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാൻ ഇന്നലെ വന്നപ്പം നീ എന്നെ മാനിച്ചില്ല, അതായത് നീ എന്നെ റെസ്പെക്ട് ചെയ്തില്ല, ഷൂട്ട് നിർത്തി വെച്ചിട്ട് ആർട്ടിസ്റ്റിനെയൊക്കെ കൊണ്ടുവന്നിട്ട് എന്നെ പരിചയപ്പെടുത്തിയില്ല. ശരി, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഡയറക്ടർ ചെയ്തതാണ് ശരി. കാരണം ഒരു രാത്രി ഷൂട്ട് ചെയ്യുമ്പം നിങ്ങൾക്കറിയാമല്ലോ ബാറ്റ സിസ്റ്റം, ട്രിപ്പിളിങ്ങിലാണ് ബാറ്റ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രിപ്പിളാണ്, അതായത് 1000 രൂപയുടെ സ്ഥാനത്ത് 3000 രൂപയാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ആ ഡയറക്ടർ ചെയ്തത് പ്രൊഡ്യൂസറിൻ്റെ പൈസ നഷ്ടപ്പെടുത്താതെ ആ രാത്രിയും കൊണ്ട് ആ ഷോട്ട്സ് തീർത്ത് പിറ്റേ ദിവസം ഡേ ഷൂട്ടിലേക്ക് കയറാൻ വേണ്ടിയാണ് പുള്ളി ശ്രമിച്ചത്. പക്ഷെങ്കിൽ പ്രൊഡ്യൂസർ കുറച്ച് ഒരു പ്രൗഡ് ആയതുകൊണ്ട് പുള്ളിക്കാരൻ എന്താ വേണ്ടുന്നത്, പുള്ളി വന്നു, അംഗരക്ഷകരെല്ലാം വന്നു, പുള്ളി വലിയ മറ്റേ റേഞ്ച് റോവറിലൊക്കെ വന്നിറങ്ങി. അപ്പം ഡയറക്ടർ എന്നെ മാനിക്കണം, സെറ്റിലുള്ള ടെക്നീഷ്യന്മാരും മറ്റേ ആർട്ടിസ്റ്റുകളും എല്ലാം വന്ന് എന്നെ മീറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് പുള്ളി പ്രതീക്ഷിച്ചത്. അതായത് പുള്ളി ഒരു ജാട കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ അത് ഡയറക്ടറിനും മനസ്സിലായില്ല, പ്രൊഡക്ഷൻ കൺട്രോളറും മനസ്സിലായില്ല. എന്നിട്ട് അത് നിർത്തി വെച്ചിട്ട് അവർ ഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ആ ഡയറക്ടർ വേറെ പ്രൊഡ്യൂസറിനെ തപ്പിയെടുത്തിട്ടാണ് ആ പടം ഷൂട്ട് പിന്നീട് നടന്നത്. ഇത് ഞാൻ പറയുന്ന ഉദാഹരണം എന്ന് വെച്ചാൽ അങ്ങനെയും പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് എന്ന് ഡയറക്ടറിനടുത്ത് പറയാൻ വേണ്ടിയാണ്. എല്ലാ പ്രൊഡ്യൂസേഴ്സും അങ്ങനെ ആവണമെന്നില്ല. പക്ഷെങ്കിൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കും ഒരു പ്രൊഡ്യൂസറിനെ ചൂസ് ചെയ്യുമ്പോൾ. അത് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡയറക്ടറുടെ അടുത്തും പറയുവാണ്, പ്രൊഡ്യൂസറിനെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കെയർഫുൾ ആവുക. കാരണം ഫസ്റ്റ് പടം പൊട്ടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന് കാശുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പടം ഇനി എടുക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും പൈസ ചുമ്മാ കൊടുക്കാം. പക്ഷെ ഡയറക്ടറിനെ സംബന്ധിച്ച് പേരുദോഷം വരാൻ പോകുന്ന പടം പൊട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ തലയ്ക്കായിരിക്കും പേരുദോഷം. പിന്നെ നിങ്ങൾ ഓരോ പ്രൊഡക്ഷൻ ഹൗസിലും കയറി ഇറങ്ങുമ്പോൾ ആദ്യത്തെ പടം ഏതാണ്, ഇന്ന പടം, അത് പൊട്ടിയ പടം, ആ കണ്ണിലായിരിക്കും നിങ്ങളെ കാണുന്നത്. നമ്മുടെ ഇൻഡസ്ട്രി ഭയങ്കര ബ്രൂട്ടലാണ്, സക്സസിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മൾ. അപ്പോൾ ഇതാണ് എനിക്ക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്. എനിവേ, താങ്ക് യു വെരി മച്ച് ഗൈസ്. താങ്ക് യു ഫോർ ലിസണിങ് ടു ദിസ് എപ്പിസോഡ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.